ഭഗവതേ വാസുദേവായ. ചതുശ്ലോകി ഭാഗവതം. ശ്രീഭഗവാനുവാച ജ്ഞാനം പരമഗുഹ്യം മേ യദ്വിജ്ഞാനസമന്വിതം സരഹസ്യം തദംഗം ച ഗൃഹാണഗതിതം മയാ യാവാനഹം യഥാ ഭാവോ യദ്രൂപഗുണകർമ്മക തഥൈവ തത്വവിജ്ഞാനമസ്തു തേ മദനുഗ്രഹാത്. അഹമേവാസമേവാഗ്രേ നാന്യദ്യത്സദസത്പരം പശ്ചാദഹം യദേതച്ഛ യോവശിഷ്യേത സോസ്മ്യഹം. ഹൃദേർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാ ഭാസോ യഥാത്തമഃ. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവചേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം. ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനഃ അന്വയവ്യതിരേകാഭ്യാം യത്സ്യാത് സർവത്ര സർവദാ. ഏതന്മതം സമാതിഷ്ഠ പരമേണ സമാധിനാ ഭവാൻ കൽപ്പവികൽപേഷു ന വിമുഹ്യതി കർഹിചിത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇല്ലെങ്കിൽ ആ അസുരന്റെ കോപത്തിന് ഒരു കല്ലും മണ്ണും ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഇവിടെ ജീവിതം തന്നെ നയിക്കുന്ന ഒരു അസുരൻ ഇവിടെയുണ്ട്. വാസ്തുശാസ്ത്രം വീട്ടിലേക്ക് പലരും വീട് കിട്ടുമ്പോഴൊക്കെ വാസ്തുബലി ഒക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ അതൊക്കെ നമ്മൾ ആ സമയത്തൊന്ന് സംസാരിക്കുന്നത് പിന്നെ അത് മറക്കും. ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ നീളവും വീതി ഇതൊക്കെ കറക്റ്റായിട്ട് വരണം. അതിലെവിടെയെങ്കിലും വ്യത്യാസമുണ്ടാൽ അതിൻ്റെ ചെറിയ ദോഷങ്ങൾ അത് മാത്രമല്ല, വളരെയധികം അബദ്ധം വന്നു കഴിഞ്ഞാൽ അത് രോഗങ്ങൾ വിട്ട് പോയിട്ട് നേരം ഉണ്ടാവില്ല. എപ്പോഴും ഓരോ രോഗി ഉണ്ടാവും. അപ്പൊ ഇതിന് പരിഹാരം ചെയ്യേണ്ടത് വീട്ടിൽ താമസിക്കുന്നത്. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ആഗമസ്യാം വിദ്യായാം വിഷ്ണുസ്മൃതേ പൂർവാർത്തേ ഈശ്വരപരിശനെ സമോജ്ഞായ സർവത്ര നമസ്കാരം. ശ്രീമദ്ഭാഗവതമാണ് ഇവിടെ അയക്കുന്നത്. അതിലെ ദശമസ്കന്ധമാണ് അയച്ചത്. അതിൽ ഈ ഓരോരോ സ്കന്ധത്തിൽ ഓരോരോ ലീലകളാണ് ഭാഗവതത്തിൽ വന്നത്. അതിൽ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഭൂതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം, ഇങ്ങനെ 10 ലക്ഷണങ്ങളാണ് ഈ ഭാഗവത പുരാണത്തിലുള്ളത്. ഈ 10 ലക്ഷണങ്ങൾ തികഞ്ഞ ഏറ്റവും നല്ല ഉത്തമമായൊരു പുരാണമാണ് നമ്മൾ വായിക്കുന്ന ഭാഗവത പുരാണം. അതിൽ ദശമസ്കന്ധത്തിൽ നിരോധം എന്ന് പറയുന്ന ഒരു ലീലയാണ് വന്നത്. നിരോധം എന്ന് പറഞ്ഞാൽ സ്വതവേ നമ്മളുടെ മനസ്സിനെ എപ്പോഴും ഈ പല വഴിക്കും പോകും. സാധാരണ അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ മനസ്സ് ഈ കുടുംബത്തിലുള്ള പല കാര്യങ്ങളിലേക്കും പോകും. നാട്ടിലുള്ള പല കാര്യങ്ങളിലേക്കും മനസ്സിങ്ങനെ എപ്പോഴും കൂടി പോകും. അതാണ് മനസ്സിൻ്റെ ഒരു സ്വഭാവം. അപ്പം അങ്ങനെയുള്ള മനസ്സിനെ എന്ത് ചെയ്യണം? അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട്
ആ മനസ്സ് ഭഗവാനിലേക്ക് മാത്രമാണ്. അതത്ര എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ശ്രീശുഖബ്രഹ്മർഷി അതെങ്ങനെ സാധിക്കും എന്നാണ് ഈ ദശമസ്കന്ധനോട് വന്നിരിക്കുന്നത്. ദശമസ്കന്ധത്തിനാകെ 90 അധ്യായം. ആ 90 അധ്യായങ്ങളെ കൊണ്ട് പല പല വഴിക്ക് ഓടിപ്പോകുന്ന മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെയാണ് ഭഗവാന്റെ പാദത്തിലേക്ക് മാത്രം ഏകാഗ്രമാക്കി വെക്കുക, ഇതാണ് ഈ 90 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ദശമസ്കന്ധത്തിൽ വേറെ യാതൊരു കഥയും പറയുന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ മാത്രമേ പറയുന്നു. അപ്പോൾ നമ്മളുടെ മനസ്സ് എവിടേക്കാവണം? ഭഗവാനിൽ മാത്രമായി തീരണം, ശ്രീകൃഷ്ണ ഭഗവാനിൽ മാത്രമായി തീരണം. അപ്പോൾ ഭഗവാന്റെ സ്വരൂപം എപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് ധ്യാനിക്കുക. ഭഗവാന്റെ സ്വരൂപം ധ്യാനിച്ചിട്ട് ആ ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ സ്വരൂപം നമുക്ക് എത്രത്തോളം മനസ്സുകൊണ്ട് കാണാൻ പറ്റും. നമ്മുടെ ഭാവന എന്നൊരു ശക്തി, നമ്മുടെ ഭാവനാശക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? ആ ശ്രീകൃഷ്ണന്റെ രൂപം നല്ലതുപോലെ കാണും. അപ്പോൾ ഗംഗാനദിയുടെ തീരത്താണ് ഈ പരീക്ഷിത് മഹാരാജാവ് എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. അദ്ദേഹം ചക്രവർത്തിയായിരുന്നു. ഒരു ചക്രവർത്തിയുടെ മനസ്സ് എപ്പോഴും എവിടെയിരിക്കും? ഈ രാജ്യകാര്യങ്ങളിലായിരിക്കും എപ്പോഴും വ്യാപരിക്കുക. അപ്പോൾ രാജ്യകാര്യങ്ങൾ എപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരുന്ന ആ ചക്രവർത്തിയുടെ മനസ്സ് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് മാത്രമായി തീരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ശാപം കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഈ 7-ാം ദിവസം ഞാൻ ഭക്ഷണം കഴിച്ച് മരിക്കും എന്നൊരു ശാപം കിട്ടുക. ആ കഥകൾ വിസ്തരിച്ചതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി എന്ത്? ഈ ശാപം കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു. കാരണം അദ്ദേഹം ശാപം കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? കൊട്ടാരത്തിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞിരിക്കുന്നൊരു ശാപമുണ്ട്, ഞാൻ 7 ദിവസം ജയിച്ചിരിക്കും. 7 ദിവസം പിന്നെ കൃത്യം 7 ദിവസം, കൃത്യം 7-ാമത്തെ ദിവസം തക്ഷകൻ എന്ന പാമ്പ് വരും, എന്നെ കടിക്കും. അപ്പോൾ സാധാരണ ഒരാൾക്ക് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല എത്ര ദിവസമാണ് ഇനി ജീവിതം ബാക്കിയുള്ളതെന്ന് പറയാൻ കഴിയും. പക്ഷേ പരീക്ഷത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പായി അദ്ദേഹം കൃത്യം 7-ാം ദിവസം മരിക്കുള്ളൂ. 7 ദിവസം മരിക്കില്ല എന്ന് ഉറപ്പായി. ഇനി ആ ഒരു മുനികുമാരൻ ഒരു വാക്ക് പറഞ്ഞാൽ ഋഷീണാം പുനരാര്യാനം വാചമർത്ഥോന് ധാവതി. മഹർഷിമാരൊരു കാര്യം പറഞ്ഞാൽ അവരെന്താണോ പറയുന്നത് അതുപോലെ ആയിരിക്കും. പിന്നെ അത് ഒരു ലവലേശം പോലെ എന്താവുന്നത് മാറിപ്പോകും. അപ്പോൾ പരീക്ഷയുടെ മനസ്സിൽ ഞാൻ കൃത്യം 7-ാം ദിവസം കർഷകനെ കുറിച്ചിട്ടാണ് മരിക്കാൻ പോകുന്നത്. ഉടനെ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ഭാഗവതം പറയും ജീവിതത്തിൽ തീരുമാനം എടുക്കാൻ ഏറ്റവും പ്രയാസം പറയും. തീരുമാനങ്ങൾ എത്രയെങ്കിലും വൈകി എടുക്കരുത്, പെട്ടെന്ന് എടുക്കാം. അപ്പോൾ കൊട്ടാരത്തിൽ അദ്ദേഹം പെട്ടെന്ന് തീരുമാനം എടുത്തു, ഇനി എൻ്റെ രാജ്യഭരണം മുഴുവൻ ഞാൻ എൻ്റെ പുത്രനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ പേര് ജനമേജയൻ. ആ ജനമേജയൻ എന്ന് പറയുന്ന പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ചു. പിന്നെ അവിടെ പ്രധാനപ്പെട്ട അമാത്യന്മാരുണ്ടാവും, സേനാപതിമാരുണ്ടാവും, ഗുരുക്കന്മാരുണ്ടാവും. അവരെല്ലാവരും കൂടിയിരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പറഞ്ഞത്, ഞാനിനി ഇവിടെ ഇരിക്കുന്നില്ല. പിന്നെ തലയിൽ കിരീടമുണ്ട്, ആ കിരീടം ജനമേജയൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. ചോറോ ഞാൻ ഇടാൻ പറ ചേച്ചിയിടും. ആ അല്ല അതാ ഞാൻ നോക്കുന്നത്. ടോർച്ച് വെക്കുന്നുണ്ടല്ലേ.